നടക്കുന്ന സ്ഥലമല്ല, അത് മുസ്ലിം ഭരണമുള്ള സ്ഥലം. ഇനി ഒരാൾ കമന്റ് ചെയ്യുന്നു, അയാളെ വെറുതെ കണ്ട മർക്കസും സിറാജിലും സക്കാത്ത് വാങ്ങാറില്ലേ? ഒരിക്കലും വാങ്ങാറില്ല, വാങ്ങുകയില്ല. നമുക്കിവിടെ ഇപ്പൊ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇതിന് MBA കോളേജ് 8-9 കോടി റുപ്യ വേണം. ഞാൻ ഒരു നല്ല മനുഷ്യനോട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്ത് അതിന് വേണമെങ്കിൽ ഇവിടെ നേരത്തെ അക്കൗണ്ടന്റ് ആയ ഒരു വ്യക്തി സാക്ഷിയാണ്, അയാളുടെ പേരിപ്പം ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഞാൻ പറയും, കാണിച്ചു തരും അയാളെ. അദ്ദേഹത്തിന് മുന്നേ ഞാൻ ചോദിച്ചു, സക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ബിൽഡിങ്ങിന് വേണ്ടി സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു സ്വീകരിക്കൂല, വാങ്ങൂല. 8-9 കോടിയാന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്ത് കുടുങ്ങുന്നതിന് പേടിയുണ്ട് മൗലവിമാരെ, നിങ്ങളെ പോലല്ല, നമുക്ക് ആഖിറത്തിൽ വിശ്വാസമുണ്ട്. വാങ്ങൂല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വലിയ മതിപ്പായി എന്ന് പറഞ്ഞു. മനസ്സിലായി? അതുകൊണ്ട് ഞങ്ങളാരും സക്കാത്ത് വാങ്ങൂല. അതേ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചിറങ്ങുമ്പോ നമ്മളെ മായനാജി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട്, ഇവിടെ പാവപ്പെട്ട മുതല്ലിമികൾ ഉണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും. അത് സിറാജുള്ളതല്ല വാങ്ങുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാ വാങ്ങുന്നത്. അത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. അതിന് തെറ്റില്ല എന്നാ നേരത്തെ നമ്മൾ കിതാബ് വായിച്ചത്. ഒരു വ്യക്തിയെ ആ നിലക്ക് സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഒരു തെറ്റുമില്ല. അങ്ങനെ പലരും സക്കാത്തിന്റെ സംഖ്യ ഏൽപ്പിക്കും. വിശ്വസ്തത ഉണ്ടായാല് എനിക്ക് കമ്മിറ്റി ഒന്നും വേണ്ട, അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും. അതിനൊരു വിരോധവും ശറഇൽ ഇല്ല. അത് കമ്മിറ്റിയല്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൗലവിമാർക്ക് അറിഞ്ഞൂടാ. കമ്മിറ്റി ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ. നിങ്ങൾ പറഞ്ഞില്ലേ കമ്മിറ്റി രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാകുക? ഇത് അവസാനം പിരിച്ചുവിടേണ്ടി വന്നാൽ ആർക്കാ പോവുക? ഭരണഘടന വായിച്ചു. ഭരണഘടന രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിന്റെ തീയതിയെ രജിസ്റ്റർ ചെയ്യുള്ളൂ. എടുത്തേക്കാ പോവുക? ഗവൺമെന്റിന്. അത് സക്കാത്ത് വായിച്ച് ഗവൺമെന്റിന് കൊടുക്കേ. ഇനി ചോദിക്കട്ടെ, കമ്മിറ്റി ബഹുമാനപ്പെട്ട കീഴന ഉസ്താദ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലിമായിരുന്നു. എന്റെ ഉസ്താദിന്റെ ഉസ്താദാ. ഞാൻ പണ്ട് ഇവിടെ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് ചോദിച്ചു നോക്കും മാഹിക്കാരോട്, സക്കാത്ത് കമ്മിറ്റി അവിടെ കുറെ ആൾക്കാർ കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് ഞാൻ അതിനെതിരെ ലഘുലേഖ ഇറക്കി. ഞാനന്ന് ചെറിയ മുതല്ലിമാ. ആ സമയത്ത് ഞാൻ കീഴൻ ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു. ഇതിനുവേണ്ടി മീറ്റ് ചെയ്തതല്ല, മഹാനവറുകൾ കടമേരിയിൽ ഒരു പരിപാടിക്ക് മുതല്ലിമായ എന്നെ ക്ഷണിച്ചിട്ട് പോയതാ, തീർച്ചയായിട്ടും. അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താ ഇപ്പൊ കമ്മിറ്റീനെ അങ്ങ് ഏൽപ്പിച്ചാൽ എന്ന് ചോദിച്ചു ഉസ്താദിനോട്. വലിയ പണ്ഡിതനാ, ഇവിടെ പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഖാദി മൊയ്തു മൗലവിയുടെ ഉസ്താദാണത്. അറിയില്ലേ? മൊയ്തു മൗലവിയുടെ ഉസ്താദാ. മൂപ്പര് ഇവിടെ ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞു, മോനെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആളുടെ കമ്മിറ്റി? ഒരു ഉദാഹരണം പറയാം, 10 ആള്. ഈ 10 ആളുകളെയും ആണോ ഏൽപ്പിക്കുന്നത്? കമ്മിറ്റിയുടെ വ്യവസ്ഥതയനുസരിച്ച് 10 ആളെ ഏൽപ്പിച്ചാൽ അത് 6 ആളെയാണ്. കാരണം ഭൂരിപക്ഷം അനുസരിച്ചല്ലേ കമ്മിറ്റി തീരുമാനം എടുക്കുക. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ അതിൽ 6 ആണ്. ആ 6 ആരാണെന്ന് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ? ഇല്ല. കാരണം അത് അപ്പോഴുണ്ടാകുന്നൊരു സംഭവമല്ലേ, യോഗത്തിൽ എന്താ തീരുമാനം വരുന്നത്. അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന് കുറെ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ പറയുന്നുണ്ട്. എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ തുഹഫന്റെ ഇബാറത്ത് കാണാതെ ആയിപ്പോയത്? അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂലാവൂല അല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്, സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ കമ്മിറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല. ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം, ഒരു മൗലവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം, അതിന് വക്കാലത്താക്കലുണ്ടല്ലോ. എന്നാ പിന്നെ മഹല്ല് കമ്മിറ്റീനെ ആരെങ്കിലും വക്കാലത്താക്കുവോ? മഹല്ല് കമ്മിറ്റിയെ വക്കാലത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ 10 ആളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 10 ആളും കുത്തിരിക്കാം. എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാവരും കൂടി പിടിക്കുക, കൈ പിടിക്കുന്നുണ്ടെങ്കിൽ. എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് പറയാ
ഒന്നായിട്ട് അങ്കഹത്തുക. എന്ത് ഇത് ഇതാണല്ലോ, ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ അങ്കഹത്തുക. അങ്ങനെയാ. അപ്പോൾ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹ് നടത്തും? നിക്കാഹിന്റെ വക്കാലത്ത എങ്ങനെ നടത്തും? ഇതുപോലെ തലാഖ് എല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ, വക്കാലത്താക്കാലോ. അപ്പൊ ഒരു 10 ആളെ വക്കാലത്ത് ആക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചൊരു തലാഖ്. ഇത് പറ്റുമോ? ഇങ്ങനെ പരിപാടി ഉണ്ടോ? എന്നാ ഞാൻ ചോദിക്കുന്നത്, ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി വക്കാലത്താക്കി ഇത് പറഞ്ഞിട്ടുള്ള ഒരു വക്കാലത്ത് നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറെ വക്കാലത്തായി കൂടാന്നില്ല. അയാൾ മെമ്പറാണ് എന്നുള്ള നിലക്കല്ല, വ്യക്തി എന്ന നിലക്കാണ് ഏൽപ്പിക്കുന്നത്. അതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സക്കാത്ത് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് വിചാരിച്ച് സക്കാത്ത് അയാളെ ഏൽപ്പിച്ചുകൂടാന്നുണ്ടോ? കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ എവിടെ വകുപ്പ്? ഇതാണ് ചോദ്യം. സുഹൃത്തുക്കളെ, അതെ, നമ്മള് ഒരു ചോദ്യം, സിറാജുൽ ഓഫീസ് സക്കാത്ത് വാങ്ങാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ജമാഅത്തുകാരൻ, ശാന്തികാരനാണെന്ന് എന്റെ അറിവ്, ഒരു കുതന്ത്രം പ്രയോഗിച്ചതാ. ഇംഗ്ലീഷിൽ അക്കൗണ്ട് നമ്പർ അയച്ചു തരണം. അതിന്റെ സക്കാത്ത് എന്നൊരു വാചകം കൊടുത്തത് സ്റ്റാഫ് കണ്ടിട്ടില്ല. ഇത് സ്റ്റാഫ് അങ്ങനെ നമ്മൾ സക്കാത്ത് വാങ്ങാത്തത് കൊണ്ട് അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ എന്തായാലും സംഭാവന ആയിരിക്കും വിചാരിക്കൂലേ. അങ്ങനെ അയച്ചു കൊടുത്തത് എന്തിന്? അത് കിട്ടിയപ്പോ തന്നെ, അത് അറിഞ്ഞപ്പോ തന്നെ സക്കാത്ത് ഇവിടെ വാങ്ങാറില്ല എന്ന് അയാൾ എന്നെ പിന്നെയും കൊടുത്തു. പിന്നെ അത് പിന്നെ ഒരു രംഗത്ത് ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ പല ചതികളും ജമാഅത്തുകാർ ചെയ്യും. ഖുർആനും ഹദീസിലും അർത്ഥം മാറ്റി ചതിക്കുന്ന ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ ചതിയാ നടത്തിക്കൂടാത്തത്. അപ്പൊ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം,